ചോറിൻ്റെ കൂടെ കൂട്ടിക്കഴിക്കാൻ പറ്റിയ നല്ല അസലൊരു മീൻ വറ്റിച്ചതാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. മീൻ പറ്റിച്ചതെന്നും ചിലടത്ത് പറയും. ഇതിന് ഒരു തിക്ക് ഗ്രേവി ഉള്ളൊരു മീൻ കറിയാണത്. കുക്ക് ചെയ്ത് ഇങ്ങനെ കുറുകി വരുന്ന വരെ ഉണ്ടാക്കുന്ന കറി തന്നെയാണ് ഈ വറ്റിച്ചതെന്ന് പറയുന്നത്. ഒരുപാട് ചാറുണ്ടാവില്ല, പക്ഷെ നല്ല അസല് ടേസ്റ്റാണ്. വളരെ സിമ്പിളുമാണ് ഉണ്ടാക്കാൻ. നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനു വേണ്ടി 1/2 കിലോ മീൻ, ഞാനിവിടെ നെയ്മീനാണ് യൂസ് ചെയ്യുന്നത്. ഏറ്റവും നല്ല ടേസ്റ്റ് എനിക്ക് നെയ്മീൻ കൊണ്ടാണ് കിട്ടാറ്. 1/2 കിലോ നെയ്മീൻ, മുള്ളൊക്കെ കളഞ്ഞ പീസാണ് ഉപയോഗിക്കുന്നത്. ബോൺലെസ് ആയിട്ട് ഇതുപോലെ ക്യൂബ്സ് ആയിട്ട് വെട്ടിയെടുത്തിട്ടുണ്ട്. മുള്ളുള്ള മീനാണെങ്കിലും കുഴപ്പമില്ല, അതനുസരിച്ചായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. ഇത് ആദ്യം നമുക്കൊന്ന് കഴുകി ക്ലീനാക്കി ഒന്ന് വെള്ളം കളഞ്ഞതിന് ശേഷം നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്യണം. അതിനു വേണ്ടി 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി നല്ല പേസ്റ്റാക്കി ചതച്ചത്, ഒരു ചെറുനാരങ്ങയുടെ നീര്, 2.5 ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടി, ഒരുപാട് എരിവുള്ള മുളക് പൊടി വേണ്ട കേട്ടോ ഇതിന്, പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഉപ്പ്. ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് മീൻ കഷ്ണങ്ങളിൽ ഒന്ന് തിരുമ്പി വെക്കാം. 1/2 മണിക്കൂർ മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. ഈ സമയത്ത് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാം. 2 സവാള വേണം, നന്നായി കൊത്തി അരിഞ്ഞത്, 2 നീണ്ട പച്ചമുളക് ഒന്ന് സ്ലൈസ് ചെയ്തത്, 2 തണ്ട് കറിവേപ്പില, 2 ടീസ്പൂൺ ഒരുപാട് എരിവില്ലാത്ത മുളക് പൊടി, കാശ്മീരി മുളക് പൊടി പോലത്തത്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 മുതൽ 2.5 കപ്പ് വരെ നല്ല തേങ്ങാപ്പാൽ, 1/4 പാൽ വേണം. പിന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ ഒരു 1/4 കപ്പ് ഓയിൽ വേണം. അതിന് സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിൽ മതി. പിന്നെ നമ്മുടെ കറി ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടി 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വേണം. ഓരോ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുമ്പോഴും പിന്നെയും ഇതിൻ്റെ അളവ് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മീൻ 1/2 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെച്ചു. ഇനി ഇതൊന്ന് ലൈറ്റായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഇവിടെ ഒരു നോൺ സ്റ്റിക്ക് പാനിൽ ഞാൻ 1/4 കപ്പ് ഓയിൽ, വെജിറ്റബിൾ ഓയിൽ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഈ സ്റ്റെപ്പിന് നല്ലത്. അതൊഴിച്ച് നമുക്ക് ഈ ചൂടായി വരുമ്പോൾ നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ടിട്ട് ഒന്ന് ലൈറ്റായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. 2 സൈഡും ഒന്ന് മറിച്ചിടണം. കൂടുതൽ നേരം ഫ്രൈ ചെയ്യേണ്ട. മീൻ പൊരിച്ചത് മീൻ വറുത്തത് പോലെ ആവരുത്, ഒന്ന് കളറ് മാറി കിട്ടിയാൽ മതി. അപ്പോൾ ഇതാവുന്ന അതേ സമയത്ത് നമുക്ക് മറ്റൊരു അടുപ്പിൽ ഒരു നോൺ സ്റ്റിക്ക് ഇതുപോലത്തെ പോട്ട് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ കറിയുടെ ഗ്രേവി ആക്കി തുടങ്ങാം. ഇവിടെ ഞാൻ മൺചട്ടി അല്ല ഉപയോഗിക്കുന്നത്, കാരണം മൺചട്ടിയിൽ മീൻ വറ്റിക്കുമ്പോൾ കൂടുതൽ വറ്റിപ്പോവാറുണ്ട്, കൂടുതൽ ഡ്രൈ ആയി പോവാറുണ്ട്. ഇത് മീൻ വറ്റിച്ചതാണെങ്കിലും കുറച്ചൊരു ഗ്രേവി വേണം നമുക്ക് ചോറിന് ഒരു ഓട്ടം കിട്ടാൻ. അതുകൊണ്ട് ഞാൻ പ്രിഫർ ചെയ്യണത് ഇവിടെ ഇതുപോലത്തെ ഒരു മൂടിയുള്ള ഒരു നോൺ സ്റ്റിക്ക് പോട്ടാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കണം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായതിനു ശേഷം കൊത്തി അരിഞ്ഞിരിക്കുന്ന 2 സവാള ഇതിട്ടിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. നമ്മുടെ മീൻ കഷ്ണങ്ങളൊന്ന് മറിച്ചിടണം. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ, ഒരു ബ്രൗൺ കളർ ആവും, പക്ഷേ നമ്മുടെ മീൻ കഷ്ണങ്ങൾ എപ്പോഴും സോഫ്റ്റ് ആയിരിക്കും. അല്ലാണ്ട് ഫിഷ് ഫ്രൈ പോലെ അത്രയ്ക്കും ഫ്രൈ ആവരുത്. അപ്പോൾ സവാള വഴറ്റി നന്നായി ഒന്ന് സോഫ്റ്റ് ആയതിനു ശേഷം നമുക്ക് ഇതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കണം. 2 നീളമുള്ള ഒരുപാട് എരിവില്ലാത്ത പച്ചമുളക് അരിഞ്ഞതും, 2 തണ്ട് കറിവേപ്പില, ഇതൊക്കെയാണ് ചേർക്കുന്നത്. അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ മീൻ കഷ്ണങ്ങൾ റെഡി ആയിട്ടുണ്ട്. ഇത് മാറ്റേണ്ട ആവശ്യമില്ല, ആ പാനിൽ തന്നെ ഇരുന്നാൽ മതി ഇതിലേക്ക് ചേർക്കാൻ സമയമാവണ വരെ. അപ്പോൾ ഇപ്പോൾ സവാള ഒന്ന് വഴറ്റി നന്നായി സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം. അതിന് 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതൊക്കെ കൂടി ചേർക്കാം. അപ്പോൾ ഈ മസാലപ്പൊടികൾ ചേർത്ത് അതിൻ്റെ നല്ലൊരു മണം വരണം. ഇവിടെ പ്രത്യേകം സൂക്ഷിക്കണം, നമ്മുടെ പൊടികൾ കരിഞ്ഞു പോകാണ്ടിരിക്കാൻ. അതിന് ഇത്തിരി വെള്ളം ഇങ്ങനെ തെളിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ മല്ലിപ്പൊടിയും മുളക് പൊടിയൊന്നും ബേൺ ചെയ്ത മണം വരില്ല. കൂടുതൽ വെള്ളം ഒഴിക്കരുത് കേട്ടോ, ഒന്ന് നനച്ച് കൊടുക്കാൻ പാടുള്ളൂ. അതിൻ്റെ ആ നല്ലൊരു മണം കിട്ടണ വരെ, ആ പച്ച മണം മാറണ വരെ.
ഇനി നമുക്ക് നല്ല ഒന്നാം പാല് ചേർക്കാം. ഒരു 2 മുതൽ 2.5 കപ്പ് വരെയും ആവാം. ആദ്യം ഒരു 2 കപ്പ് ചേർത്താൽ മതി. നമ്മുടെ മീൻ വറുത്തത് കാണുന്നുണ്ടല്ലോ, അതൊന്ന് മൂടി കിടക്കാൻ വേണ്ടി പാകത്തിനുള്ള പാലൊഴിച്ചാൽ മതി. അപ്പോൾ പാല് കൂടുതൽ കട്ടി വേണ്ട, നല്ല പാകത്തിനുള്ള ഒരു ഇത്. ഇത്തിരി വെള്ളം ചേർക്കുക, വേണമെങ്കിൽ ലൂസാക്കണമെങ്കിൽ. പിന്നെ തേങ്ങാപ്പാൽ തണുത്തതായിരിക്കരുത്, റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കണം. ഇത് ചേർത്ത് നമുക്കൊന്ന് പതുക്കെ തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കണ്ടില്ല, ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് മീൻ കഷ്ണങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കണം. ഈ കണ്ട മീൻ ഒന്ന് മൂടി കിടക്കാനുള്ള പാകത്തിനുള്ള ഗ്രേവി ഉള്ളൂ, കണ്ടില്ലേ? കുറച്ചും കൂടി തേങ്ങാപ്പാൽ നമുക്ക് മാറ്റി വെക്കാം, ഏറ്റവും അവസാനം ചേർക്കാൻ വേണ്ടിയിട്ടാണത്. ഇതൊന്ന് ചുറ്റിക്കൊടുക്കാം. ഇതുപോലെ ഒന്ന് ചുറ്റിക്കൊടുത്താൽ മതി, ഇളക്കണ്ട. ഫ്രൈ ചെയ്ത മീൻ കഷ്ണങ്ങൾ ഉടഞ്ഞു പോണ്ട. തേങ്ങാപ്പാലിൻ്റെ ആ കട്ടി, അതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. ഒരുപാട് കൂടുതൽ കനവും പാടില്ല, ഒരുപാട് വെള്ളം പോലെ ആവാനും പാടില്ല. അത് ഒന്ന് നോക്കിയിട്ട് വേണം അഡ്ജസ്റ്റ് ചെയ്യാൻ. ഒന്നും കൂടി വന്ന് തുടങ്ങുമ്പോൾ തന്നെ നമുക്കിത് മൂടി വയ്ക്കാം. എന്നിട്ട് ഏറ്റവും ചെറിയ തീയിൽ വെച്ചിട്ട് നമുക്കൊരു 10 മിനിറ്റ് ഇത് കുക്ക് ചെയ്യണം. അപ്പോൾ നല്ല കുറുകി നല്ല ഗ്രേവി ആയിട്ട് വരും. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നല്ല കുറുകി നല്ല പാകത്തിനുള്ള മീൻ വറ്റിച്ചത് ആയിട്ടുണ്ട്. ഇതിലേക്ക് ഏറ്റവും അവസാനം കുറച്ച് തേങ്ങാപ്പാൽ ഒന്ന് ഒഴിച്ച് ഒന്ന് ലൂസാക്കി കൊടുക്കാം. കൂടുതൽ വേണ്ട, ഒന്ന് ചുറ്റി കൊടുക്കാം. നല്ലൊരു മണമാണ് ഈ മീൻ വറ്റിച്ചതിന്. കണ്ടില്ലേ, ഇത്രയും ഗ്രേവി ഉള്ളൂ ഇതിന്. അപ്പോൾ ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ലൊരു കൂട്ട് ആണ്. ഒരുപാട് ചാറുണ്ടാവില്ല. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് എന്തെങ്കിലും മോര് കറിയോ വേറെ വല്ലതും ഉണ്ടെങ്കിൽ ഇത് സൈഡിൽ വെച്ചാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ് കേട്ടോ. ഇതിൽ ഇനി വെള്ളമൊഴിച്ച് കൂടുതൽ കറിയാക്കാൻ നോക്കരുത്, കാരണം അതിൻ്റെ ടേസ്റ്റ് ഒക്കെ പോവും. ഇപ്പം നല്ല രസമാണ് കഴിക്കാൻ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ നല്ല ടേസ്റ്റി മീൻ വറ്റിച്ചത് റെഡി ആയിട്ടുണ്ട്. ചോറ് റെഡിയാണെങ്കിൽ നമുക്ക് കഴിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്ക്. ട്രൈ ചെയ്തിട്ട് വിവരം അറിയിക്കണം, കമൻറ്റ്സ് ഇടണം. അടുത്ത പ്രാവശ്യം വീണ്ടും ഒരു നല്ല റെസിപ്പി ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ഫ്രം ഷാനി.